അന്താളിച്ചില്ല, പകച്ചില്ല, സമയബന്ധിതമായ സംയോജിതമായ ഇടപെടലിലൂടെ കുരുന്ന് വീണ്ടും ജീവിതത്തിലേക്ക്. അഭിനന്ദനങ്ങൾ സുഹൃത്തുക്കളെ. മറ്റു വാർത്തയിലേക്കാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡന കേസിലെ അതിജീവിത വീണ്ടും സമരത്തിന്. ഡോക്ടർ KV പ്രീതിക്കെതിരെ അന്വേഷണ റിപ്പോർട്ട് ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച നാളെ മുതൽ കമ്മീഷണർ ഓഫീസിന് മുന്നിൽ സമരം നടത്തുമെന്നും അതിജീവിത 24-നോട് പറഞ്ഞു. IG നൽകിയ ഉറപ്പ് വെറും വാക്കായെന്നും അതിജീവിത കുറ്റപ്പെടുത്തി. കോഴിക്കോട് ICU പീഡന കേസിൽ അതിജീവിതയുടെ മൊഴിയെടുത്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ KV പ്രീതിക്കെതിരെ അതിജീവിത സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നു. മൊഴി പൂർണ്ണമായി രേഖപ്പെടുത്തിയില്ല എന്നും പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുവെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി. പരാതി നൽകി 1 വർഷം പിന്നിട്ടിട്ടും അതിജീവിതയ്ക്ക് റിപ്പോർട്ട് നൽകിയിട്ടില്ല. വിവരാവകാശം നൽകിയെങ്കിലും ലഭ്യമായില്ല. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഉത്തരമേഖല IG ഇടപെട്ടതോടെ കമ്മീഷണർ ഓഫീസിന് മുന്നിൽ നടത്തിയ സമരം കഴിഞ്ഞ 24-ന് അവസാനിപ്പിച്ചിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷവും നടപടി ഉണ്ടാവാത്തതിനാലാണ് വീണ്ടും സമരത്തിനിറങ്ങുന്നത്. എന്തായാലും സമരം സ്ട്രോങ് ആക്കാൻ വിചാരിക്കുന്നുണ്ട്. കാരണം അത് തരുന്നതിന് ബുദ്ധിമുട്ടുള്ള റിപ്പോർട്ടൊന്നല്ല. അപ്പൊ അവര് കരുതിക്കൂട്ടി അത് പിടിച്ചു വെക്കല്ലേ. നമ്മളെ അവകാശങ്ങളല്ല അവര് പിടിച്ചു വെക്കുന്നത്. 1 വർഷമായില്ല അവരെ പുറകെ നടക്കുന്നത്. അപ്പൊ എന്തായാലും ഇനി സമരം മാറ്റി വെക്കൊന്നുമില്ല. ഇനി പിന്നോട്ടേക്കില്ലല്ലോ, മുന്നോട്ടേക്ക് തന്നെയല്ലേ. പോരാടി നോക്കുക, വിജയം ഉണ്ടാവുമായിരിക്കും പ്രതീക്ഷിക്കുക. വിഷയത്തിൽ അതിജീവിത ഹൈക്കോടതിയിൽ സങ്കട ഹർജി നൽകിയിട്ടുണ്ട്. 2023 മാർച്ച് 18-ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ അറ്റൻഡർ MM ശശീന്ദ്രൻ പീഡിപ്പിച്ചെന്നാണ് കേസ്. 24 കോഴിക്കോട്.